ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും മെച്ചുപോട്ടിന്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. NMMS ക്ലാസ്സിലേക്ക് സ്വാഗതം. കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങളിങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ നമ്മളോട് ചോദിച്ചതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തതാ സെലക്ട് ചെയ്തിരിക്കുന്നത്. മക്കളെ, ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ്, ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ അതേപോലെ കാണാതെ പഠിച്ചോ ഇത് അതേപോലെ പരീക്ഷയ്ക്ക് വരും എന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ വിചാരിക്കരുത്. ആ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതാണ് ആ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. അതിലൊരു സംശയവുമില്ല. അല്ലാതെ അതേ ക്വസ്റ്റ്യൻ അതേപോലെ വരും എന്ന് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ശാഠ്യം പിടിക്കരുത്. അപ്പൊ നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അതായത് ദ സിമ്പിൾ ഓഫ് ദി എലമെന്റ് ആന്റിമണി. ആന്റിമണി എന്ന മൂലകത്തിന്റെ പ്രതീകം. മക്കളെ, നമ്മൾ സിമ്പിൾസുകൾ, ചിഹ്നങ്ങൾ അല്ലെങ്കിൽ പ്രതീകങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു വെറൈറ്റി ആളാണ് ആന്റിമണി. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഒരു നോർമൽ ആയിട്ടുള്ള എലമെന്റ്സുകൾ, ഇപ്പോൾ ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഇതൊക്കെ നമുക്ക് എഴുതാൻ അറിയാം. ഇപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഹൈഡ്രജൻ ആണെങ്കിൽ H എന്ന് എഴുതിയാൽ മതി. H ഫോർ ഹൈഡ്രജൻ അല്ലെ. നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ട കുറച്ച് ആളുകളെ ഞാൻ ഇവിടെ ഒന്ന് ലിസ്റ്റ് ചെയ്യാണ്. ഈ ലിസ്റ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഹൈഡ്രജൻ നമ്മൾ H എന്നാണ് എഴുതുക. ഇനി N എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം അത് ആരാണ് മക്കളെ, അതാരാണ്? നൈട്രജൻ ആണ് എന്ന് നമുക്കറിയാം. മക്കളെ, ഈ ലിസ്റ്റ് നിങ്ങൾ എൻ്റെ കൂടെ എഴുതി പോണേ. ഈ ലിസ്റ്റ് എൻ്റെ കൂടെ എഴുതി പോകണം. അതേപോലെ തന്നെ O എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സംശയമില്ല, അതാരാണ്? അത് 100% അത് ഓക്സിജൻ ആണ് എന്ന് നമുക്കറിയാം. അല്ലടാ മക്കളെ, റെഡി? ഇനി ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ ഇത് തന്നെ ആയതുകൊണ്ടാണ്. പക്ഷേ ആദ്യത്തെ 2 ലെറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ CL എന്ന് പറയുമ്പോൾ ആരാണ്? ക്ലോറിൻ ആണ് അല്ലെ. ക്ലോറിൻ ഒരുപാടുണ്ട്. ഇപ്പൊ നമുക്ക് I ഫോർ അയോഡിൻ അല്ലെ. അങ്ങനെ പോകുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാ, ഇതൊക്കെ സാധാരണഗതിയിൽ നമ്മളോട് ചോദിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നത് നിങ്ങൾ എഴുതിയിരിക്കുന്ന പേര് മാറ്റി ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഹൈഡ്രജൻ H അല്ലെ, N O Cl അല്ലെ, ക്ലോറിന്റെ Cl അങ്ങനെ ഇതൊക്കെ നമ്മൾ ഇതുമായിട്ട് ഈ പേരുമായിട്ട് ബന്ധപ്പെട്ട സിമ്പിൾസുകളാണ്. പക്ഷെ പേരുമായിട്ട് ബന്ധമില്ലാത്ത സിമ്പിൾസുകളാണ് നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ Na എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ പഠിച്ചേക്കണം, അത് സോഡിയമാണ്. ആരാണ് മക്കളെ? സോഡിയമാണ്. കൃത്യമായിട്ട് പഠിച്ചേക്കണം. അതായത് പേരുമായിട്ട് ചിഹ്നത്തിന്, സിമ്പിൾസിന് യാതൊരു ബന്ധവുമില്ല. ഇനി നമുക്ക് K എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതാരാണ് മക്കളെ? പൊട്ടാസ്യം. മക്കളെ, എൻ്റെ കൂടെ എഴുതി വെക്കണേ, പൊട്ടാസ്യം ആണ് എന്ന് നമുക്കറിയാം. പഠിച്ചു വെച്ചോളണം. അങ്ങനത്തെ കുറച്ച് ലിസ്റ്റുകൾ തരാൻ പോവാണ്. അതേപോലെ തന്നെ Fe എന്ന് പറയുമ്പോൾ അതിനെയാണ് നമ്മൾ അയേൺ എന്ന് പറയുന്നത്, അഥവാ ഇരുമ്പ് എന്ന് പറയുന്നത്. സെറ്റാണ് മക്കളെ, സെറ്റാണ്. അതേപോലെ തന്നെ പേരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ് Sn എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ടിൻ എന്ന് പറയുന്നത് കേട്ടോ, ടിൻ. ഇനി നമുക്ക് Pb എന്നൊരു സാധനം കാണാം. Pb എന്നാൽ ആരാണ്? ലെഡ് ആണ് കേട്ടോ, ലെഡ്. ഓക്കെ ആണല്ലോ മക്കളെ. അപ്പൊ ഇങ്ങനെ പേരുമായിട്ട് ബന്ധമില്ലാത്ത, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇനി ഉണ്ട് കേട്ടോ, Ag എന്ന് പറഞ്ഞാൽ സിൽവർ ആണ്. ഈ ലിസ്റ്റ് നിങ്ങളെ കയ്യിലുണ്ടാവണേ. ഈ ലിസ്റ്റിന്റെ അകത്ത് നിന്ന് മാത്രമേ നമ്മളോട് പ്രതീകങ്ങൾ അഥവാ സിമ്പിളുകൾ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ Ag എന്ന് പറഞ്ഞാൽ സിൽവർ ആണ്. അതേപോലെ തന്നെ Au എന്ന് പറഞ്ഞാൽ ആരാണ്? ഗോൾഡ്, സ്വർണമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ SB എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ആന്റിമണി. ആരാണ് മക്കളെ? ആന്റിമണി. SB എന്ന് പറഞ്ഞാൽ ആരാണ്? ആന്റിമണി. അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി പഠിക്കുക. ഈ ലിസ്റ്റിൽ നിന്നാണ് നമ്മളോട് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആരാണ്? ദ സിമ്പിൾ ഓഫ് ആന്റിമണി. ആന്റിമണി എന്ന മൂലകത്തിന്റെ പ്രതീകം. മക്കളെ, ഇതിൽ നമുക്ക് ഒരു കാര്യമാണ്. ഇപ്പൊ സിൽവർ, Ag എന്നാൽ സിൽവർ ആണ്. Ar എന്ന് പറഞ്ഞാൽ ആർഗൺ ആണ്. Sn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിന്നാണ്. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? 3 അല്ലേ? SB. സോ നമ്മൾ പഠിച്ചിരിക്കുന്ന ലിസ്റ്റിൽ SB എന്ന് പറഞ്ഞാൽ ആന്റിമണി അല്ലെങ്കിൽ ആന്റിമണിയാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ലിസ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അതിൻ്റെ അകത്ത് നിന്ന് മാത്രമേ നമ്മളോട് സാധാരണ ഗതിയിൽ ചോദിക്കാറുള്ളൂ. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സിമ്പിൾസുകൾ നിങ്ങൾ മനഃപ്പാഠമാക്കി വെക്കുക. അപ്പോൾ ഇതറിയാത്ത നിങ്ങളുടെ കൂട്ടുകാരികൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ വീഡിയോ കണ്ട് നിങ്ങൾ തീർത്ത ഉടനെ തന്നെ അവർക്ക് അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്.
NMMSുമായിട്ട് ബന്ധപ്പെട്ട അടിപൊളി വീഡിയോസുകളും അടിപൊളി ലൈവുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടിക്കും ഈ വർഷത്തെ NMMS കിട്ടണമെന്നുള്ള ആഗ്രഹം ഞങ്ങളിലുള്ളത് കൊണ്ടാണ്. ഞങ്ങളിലുള്ളതുപോലെ തന്നെ ആ ആഗ്രഹം നിങ്ങളിൽ ഉണ്ട് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷയ്ക്കൊത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉയരുക, പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും കാണാം മക്കളെ. ഗുഡ് ബൈ.